ഹലോ, അവള് കട്ട് ചെയ്തെന്ന് തോന്നുന്നു. ആ, അവള് കട്ട് ചെയ്തു. നീ വിനയന്റെ കാര്യം പറഞ്ഞത് അവക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. ഇഷ്ടപ്പെടാത്തതാണോ അതോ ഇനി സങ്കടം വന്നിട്ട് കട്ട് ചെയ്താണോ എന്ന് അറിയില്ല. ഒന്നുമില്ലെങ്കിലും അവളുടെ മക്കളുടെ അച്ഛനല്ലേ അവൻ. വയറ്റിൽ വളരുന്ന കുഞ്ഞൊന്ന് ഇളകുമ്പോ ഏതൊരു പെണ്ണും ആദ്യം ഓർത്തു പോവുക അതിന്റെ അച്ഛനെ ആയിരിക്കും. വിനയൻ ഗൾഫിലെ ജയിലിൽ അകപ്പെട്ടു പോയതില് ചീരുവിന് വിഷമമുണ്ട് ഏട്ടാ. അതാ അവളിപ്പോ വിളിച്ചത്. അവന്റെ കാര്യത്തില് വീണ്ടും എനിക്കൊരു പ്രതീക്ഷ തോന്നുന്നു. അങ്ങനെ പ്രതീക്ഷിച്ചത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ സംരംഭം നമ്മൾ വിജയകരമായി തന്നെ ആരംഭിച്ചു. ഇനിയിപ്പോ ഒരു ടെൻഷനും വേണ്ടരുത്. എന്നാലും ആദിലിന് അമ്മാവനിലൂടെ ഗാർമെന്റ്സിൽ വരാനുള്ള അവസരം ഉണ്ടായിട്ടും അവൻ ആ അവസരം ഒഴിവാക്കിയത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അവൻ നമ്മളെ ഓലപ്പാമ്പ് കാണിച്ച് വെറുതെ പേടിപ്പിച്ചത് രഘുവേട്ടാ. ഇനി അവൻ വരുമ്പോഴേ എനിക്ക് വേണമെങ്കിൽ അവിടെ കയറി വന്ന് അലമ്പുണ്ടാക്കാമായിരുന്നെന്നും അത് ചെയ്യാതിരുന്നത് ഇനിയെങ്കിലും നിങ്ങൾ എന്റെ സ്വർണം തിരിച്ചു തരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണെന്നൊക്കെ ആയിരിക്കും പറയാ. അതും പറഞ്ഞവനിങ്ങ് വരട്ടെ. രഘുവിന്റെ ശരിയായ സ്വഭാവം എന്താന്ന് അവൻ അറിയും. ഈ നമ്മളങ്ങനെ വേദനിപ്പിച്ചും പിണയ്ക്കുമെന്നല്ല വിടേണ്ടത്. നമ്മള് നമ്മുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനേ ശ്രമിക്കാവൂ. ആക്സിഡന്റിന് ശേഷം വലിയ കഷ്ടപ്പാടിലൊക്കെ ആയിരിക്കും അവന്റെ ജീവിതം. ചെറിയ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നല്ലതാ. പിന്നീട് അത് സ്ഥിരം പല്ലവയായിട്ട് പോകുമെന്നും കൂടി ചിന്തിക്കണം അങ്ങളെ. എനിക്ക് തോന്നുന്നതേ 1-2 ലക്ഷം രൂപ കൊടുത്ത് അവനെ എന്നേക്കുമായിട്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്നാ. എടീ, അതെങ്ങനെയാ? നമ്മൾ അത്രയും കാശ് കൊടുക്കാൻ തയ്യാറാവുമ്പോ അവന്റെ സ്വർണം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവുന്നല്ലേ അവൻ വിചാരിക്കാം. അതെ, വളരെ ബുദ്ധിപൂർവം വേണം അവനെ കൈകാര്യം ചെയ്യാൻ. ചിലപ്പോ അണ്ണനെ അവൻ ഇതിനകം വിളിച്ചിട്ടുണ്ടാവും. കൂടുതൽ എന്തെങ്കിലും ആദിൽ അണ്ണനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും അണ്ണൻ നമ്മളോട് സംസാരിക്കാനും ഇടയുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാം. ആ, നല്ല അനിയത്തിമാരാ. ഗാർമെന്റ്സ് ഉദ്ഘാടനത്തിന് വരാതെ ഇവിടെയാണോ കയറി വരുന്നേ? ഞങ്ങളുടെ കാര്യം അച്ഛൻ പറഞ്ഞില്ലേ ചേച്ചി. ചീരുവിന് പെട്ടെന്ന് വയ്യാതായതുകൊണ്ടാ. പിന്നെ ഞാൻ എങ്ങനെ വരും? ആ, ചീരുവിന്റെ 2 കുഞ്ഞുങ്ങളും കൂടെ അവിടെ ഉള്ളതല്ലേ. അതെനിക്ക് അറിയാനോ. ഇപ്പൊ ചീരുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, അതല്ലേ ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. രഘുവേട്ടൻ വരണോന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇന്നത്തെ ക്ലാസ് ഒഴിവാക്കി വന്നത്. അല്ല, നിനക്കൊരു ഓട്ടം വിളിച്ച് നേരെ ഗാർമെന്റ്സിലേക്ക് വരാറുന്നില്ലേ? നീ വിളിച്ചാ ഞാൻ ലൊക്കേഷൻ അയച്ചു തരില്ലേ? അല്ലെങ്കിൽ തന്നെ ഞാൻ വണ്ടി അയച്ചു കൊടുക്കൂലേ? അതെ, സംഭവം എന്താണെന്നറിയോ? ചെറിയൊരു ഫംഗ്ഷൻ ആണെന്നപ്പോ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് അവൾക്കും തോന്നി, അല്ലേ? അതല്ലേ കാര്യം? ആ, രണ്ടാളും വാ. ഗാർമെന്റ്സിൽ നിന്ന് എടുത്ത ഫോട്ടോസ് ഒക്കെ കാണിച്ചു തരാം. വാ വാ, ആ മൊബൈലിൽ എടുത്തേക്കുന്ന ഫോട്ടോ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ചേച്ചി, രഘുവേട്ടാ, ആ ഫോണൊന്ന് തരൂ, ഫോട്ടോ കാണിക്കാനാ. അല്ലേച്ചി, അച്ഛനെവിടെ? കിടക്കാണോ? ഏത് മുറിയില്ല? അച്ഛൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ. അനു അവിടുന്ന് അനുവിന്റെ വീട്ടിൽ പോന്ന് പറഞ്ഞല്ലേ രഘുവേട്ടാ അവിടുന്ന് ഇറങ്ങിയത്? അല്ല, എവിടേക്കൊന്നും ഉറപ്പിച്ച് പറഞ്ഞില്ല. അതെ, വണ്ടി വിടാന്ന് പറഞ്ഞപ്പോ
അണ്ണൻ പറഞ്ഞു നടന്നു പോയിക്കൊള്ളാം. അച്ഛൻ ചിലപ്പോ ശബരിയുടെ അച്ഛനെ കാണാനോ മറ്റോ പോയി കാണും. അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കാനും. നീ ഒന്ന് വിളിച്ചു നോക്ക്. റിങ് ചെയ്യുന്നുണ്ടോ ചേച്ചി? ഇല്ല, അച്ഛന്റെ ഫോണ് സ്വിച്ച് ഓഫാ. സ്വിച്ച് ഓഫ്? അണ്ണൻ അവിടെ വന്ന് കാണുമെന്ന് കരുതിയല്ലേ ഞങ്ങൾ അന്വേഷിക്കായിരുന്നേ. അച്ഛൻ രാവിലെ മുതല് ഗാർമെന്റ്സിന്റെ കാര്യമായി നിൽക്കുമല്ലേ അങ്കിൾ. അപ്പൊ പിന്നെ ക്ഷീണം കാരണം നിങ്ങളോടൊപ്പം ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്ത് കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. അതെ, എനിക്ക് രാവിലെ കോളേജിൽ പോകേണ്ടതുകൊണ്ടാ അച്ഛനെ കാണാൻ വേണ്ടി ഞാനും അനുശേഷിച്ച് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇനി അച്ഛൻ പഞ്ചരത്നത്തിലേക്ക് പോയി കാണൂ. കിട്ടുന്നില്ലേ രഘുവേട്ട? ഇല്ല. കിട്ടുന്നില്ലല്ലോ. ഇല്ല ചേച്ചി, അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. വന്നാ ഞാൻ അറിയാതിരിക്കോ? വേണമെന്നുണ്ടെങ്കിൽ അച്ഛനോട് ഞാൻ ഒന്നുകൂടി ചോദിക്കാം. വേണ്ട ശബരി, വന്നിട്ടില്ലെന്ന് ഉറപ്പാണെങ്കിൽ ബാക്കിയുള്ളവരെ കൂടി അറിയിക്കണ്ട. അച്ഛനെ വിളിച്ചിട്ട് കിട്ടാത്തതിന്റെ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. ചേച്ചി, വിനയന്റെ വീട്ടിലൊന്ന് വിളിച്ചു നോക്ക്. അച്ഛൻ ചിലപ്പോ വിനയന്റെ അമ്മയും മാമനെയും ആശ്വസിപ്പിക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലോ? ശരി ശബരി, ഞാൻ വിളിച്ചു നോക്കാം. എന്നാ വെക്കട്ടെ. ആ ചേച്ചി. എന്താ ശബരേട്ടാ, ആരാ വിളിച്ചത്? അനുചേച്ചിയാ. അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവിടേക്ക് എങ്ങാനും വന്നോന്ന് അറിയാൻ വിളിച്ചതാ. അച്ഛൻ ദാസങ്ങളുടെ വീട്ടിൽ കാണില്ലേ? ഇല്ല, അവിടുന്ന് അനുചേച്ചി വിളിച്ചത്. അയ്യോ, അവിടെയുള്ളവർ വിചാരിച്ചത് അച്ഛൻ അനുചേച്ചിയുടെ വീട്ടിലുണ്ടാവുന്ന. അച്ഛനെ കാണാൻ അനുചേച്ചിയും മഞ്ചാടിയും കൂടി ദാസങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴാ അദ്ദേഹം രണ്ടിടത്തും എത്തിയിട്ടില്ലെന്ന് അറിഞ്ഞു. അച്ഛൻ പിന്നെ എങ്ങോട്ട്